BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം BJPയുടെ ഒരു മീറ്റിങ്ങിൽ പറയുകയുണ്ടായി, തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടക്കുന്നത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ നിങ്ങളൊരു മണ്ഡലത്തിലേക്ക് നോക്കണം, ഒരാളെ നോക്കണം, ഒരു നേതാവിനെ നോക്കണം. ആ മണ്ഡലം തിരുവനന്തപുരം ജില്ലയിലാണ്. കഴക്കൂട്ടത്ത് നടക്കുന്ന സംഘടനാ പ്രവർത്തനം, ജനങ്ങളുമായ ഇടപെടൽ, ഇലക്ഷന് വളരെ കാലേക്കൂട്ടിയുള്ള തിരഞ്ഞെടുപ്പ് പ്രവർത്തനം, ഇത് നടത്തുന്ന വി മുരളീധരനാണ്. വി മുരളീധരൻ എന്ന് പറയുന്ന കേരളത്തിലെ BJP അധ്യക്ഷനായിരുന്നു, കേന്ദ്രമന്ത്രിയായിരുന്നു. കേരള രാഷ്ട്രീയത്തിൽ പ്രമുഖരായ ആളുകളുടെ പേര് 10 പേരുടെ പേര് പറയുമ്പോൾ ഒരു തരത്തിലും അതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്ത പേരാണ് വി മുരളീധരൻ്റെ. വി മുരളീധരൻ മത്സരിക്കും എന്ന് ഉറപ്പുള്ള മണ്ഡലമാണ് കഴക്കൂട്ടം. ഇന്നലെ നമ്മൾ BJPയുടെ അസംബ്ലിയിൽ എത്താൻ സാധ്യതയുള്ള 10 MLA-മാരുടെ ഒരു സ്പെക്കുലേറ്റീവ് ലിസ്റ്റ് പറഞ്ഞപ്പോൾ ചിലർ അതിൽ വി മുരളീധരൻ്റെ പേര് പറഞ്ഞില്ല എന്ന് ചിലർ പറഞ്ഞു. മനഃപൂർവ്വം പറയുന്നതാണ്. കാരണം അങ്ങനെ പലരുടെ കൂടെ പറയേണ്ട ഒരു പേരും മണ്ഡലവും അല്ല കഴക്കൂട്ടം. കഴക്കൂട്ടത്തെ കോപ്പിയടിച്ചാൽ കേരളത്തിൽ ഒരുപക്ഷെ BJPക്ക് ഒരു 25 MLA-മാരെ നേടാം. അത്ര സിസ്റ്റമാറ്റിക്കായിട്ട് പ്രൊഫഷണലായി രാഷ്ട്രീയ പ്രവർത്തനം ഏറ്റവും കാൽക്കുലേറ്റഡ് ആയിട്ട് നടത്തുന്ന മണ്ഡലമാണ് കഴക്കൂട്ടം. വി മുരളീധരൻ അത് ചെയ്യുന്നുമുണ്ട്. അതൊരു ഭയങ്കര സ്ട്രാറ്റജിയാണ്. ഒരുപക്ഷെ തൃശ്ശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപി ചെയ്തതിൻ്റെ ഒരു തനിപ്പകർപ്പോ അതിൻ്റെ ഒരു കുറേ ആഡ് ഓൺസ് കൂടി ചേർത്തുള്ള പ്രവർത്തനമാണ്. അപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണുമ്പോൾ കഴക്കൂട്ടത്തെ സ്ഥാനാർത്ഥി വി മുരളീധരൻ തന്നെയാണെങ്കിൽ എനിക്ക് ഉറപ്പായും പറയാൻ പറ്റും, ആദ്യം ജയിക്കുന്ന BJP സ്ഥാനാർത്ഥി വി മുരളീധരനായിരിക്കും. ഇതാണ് എൻ്റെ നിരീക്ഷണം. എന്തു പറയുന്നു? ഞാൻ ഈ തിരുവനന്തപുരത്ത് BJPയുടെ വളർച്ച 1995 മുതൽ നേരിട്ട് കാണുന്നുണ്ട്. നേരിട്ട് കാണുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഞാൻ രാഷ്ട്രീയം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് നമ്മൾ പ്രധാനപ്പെട്ട പാർട്ടികളുടെയൊക്കെ നോക്കിയാൽ മതി. പ്രധാനമായിട്ട് ലെഫ്റ്റ് കോർപ്പറേഷൻ കൗൺസിൽ യോഗം റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു ചുമതലയും എനിക്കില്ല. പക്ഷെ ചിലപ്പോൾ ഞാൻ ഈ കോർപ്പറേഷൻ കൗൺസിൽ യോഗങ്ങളിൽ പോയിരിക്കുമായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവൻകുട്ടി മേയർ ശിവൻകുട്ടി ഭരിക്കുന്നത് ഒരൊറ്റ ആളുടെ പിന്തുണയിലാണ്. പൂന്തുറ സിറാജ് ഭീമാപ്പള്ളി ഭാഗത്ത് നിന്നുള്ള PDPയുടെ കൗൺസിലറാണ്. അയാളുടെ പിന്തുണ ഇതൊക്കെ ശരിക്കും നമ്മൾ ഓർക്കേണ്ടതാണ്. PDPയുടെ ഒക്കെ പിന്തുണയൊക്കെ മേടിച്ചിട്ടാണ് ഈ മേയറായിട്ട് അവിടെ നിന്നുകൊണ്ടിരുന്നത്. തിരുവനന്തപുരത്ത് ഈ ശിവൻകുട്ടി ആദർശം ഭാരത് മാതായ്ക്കെതിരെ വർത്തമാനം പറയുന്നത്. അപ്പൊ ശിവൻകുട്ടിയുടെ അവിടുത്തെ കോർപ്പറേഷന്റെ സെക്രട്ടറി നജീബ് ഇടക്കിടക്ക് എൻ്റെ വീട്ടിൽ വന്നു. ഇങ്ങനത്തെ ഒരു ക്രൈസിസ് കിടക്കുന്നുണ്ടായി. ഡെപ്യൂട്ടി മേയർ ഒരാൾ അന്ന് സ്ത്രീ വിഷയത്തിൽ CPIയുടെ ഡെപ്യൂട്ടി മേയർ പുറത്താകേണ്ടിയൊക്കെ വന്നു. ആ സമയത്തൊക്കെ നജീബ് വീട്ടിൽ വന്ന് എന്നെ ബ്രീഫ് ചെയ്യാറുണ്ട്. ഈ ശിവൻകുട്ടിയെ രക്ഷപ്പെടുത്തുകയും കൂടി വേണം, അതും നജീബിൻ്റെ ചുമതലയാണ്. ഞാൻ കോർപ്പറേഷൻ കൗൺസിലിൽ റിപ്പോർട്ട് ചെയ്യാൻ പോയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വോട്ടിന് ആണല്ലോ രക്ഷപ്പെട്ടു പോകുന്നത്. ശിവൻകുട്ടി അപ്പോൾ വല്ലാത്തൊരു പൊളിറ്റിക്സ് ഉണ്ടായി അതിൻ്റെ അകത്ത്. CPM-നെതിരായത് BJP ആണ് ഇപ്പോൾ അവിടെ പ്രധാനപ്പെട്ട ഒരു പ്രതിപക്ഷം. അപ്പോഴും അശോക് കുമാർ എന്ന് പറഞ്ഞ ആളാണ് അന്ന് നേതാവ്. അദ്ദേഹം പാൻറ്റും ഷർട്ടും ഇട്ടാണ് വരിക, അശോക് കുമാർ. അത് കഴിഞ്ഞ് അദ്ദേഹം രാഷ്ട്രീയമൊക്കെ വിട്ട് ഗൾഫിൽ പോവുമോ എന്തൊക്കെ ഉണ്ടായി. ശരി. അശോക് കുമാർ തിരിച്ചു വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ തിരിച്ച് അന്ന് BJPയുടെ തിരുവനന്തപുരത്ത് നേതാവ് അശോക് കുമാറാണ്. പിന്നെ BK ശേഖർ വരുന്നു. BK ശേഖർ മരിച്ചു പോവുകയൊക്കെ ചെയ്തു. അപ്പോൾ 1995 തന്നെ വലിയ ഈ കോർപ്പറേഷനിൽ തന്നെ വലിയ വളർച്ച അത് നേടുന്നുണ്ട്. പക്ഷെ ഒരു മേയറെ കിട്ടിയിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇനി നമ്മളൊരു മേയറെ ഉണ്ടാക്കും എന്ന് അവിടെ BJPക്കാർ വാശിയിലുമൊക്കെയാണ്. അത് താമസിയാതെ ഉണ്ടാകുമായിരിക്കും. ഇക്കുറി ഉണ്ടാകും എന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ നമ്മൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കാര്യം നോക്കിയാൽ തന്നെ ഈ കഴക്കൂട്ടം ഉൾപ്പെടെ 3 മണ്ഡലങ്ങളിൽ 1-ാം സ്ഥാനത്താണ് BJP. അതായത് നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ് 3 സ്ഥലത്തും 1-ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. ആ 3 സ്ഥലത്തും LDF ആണ് ജയിച്ചിട്ടുള്ളത് നിയമസഭയിലേക്ക്. അങ്ങനെയാണെങ്കിൽ ആ 3 സ്ഥലവും BJP അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടുകയാണെങ്കിൽ CPM-ന് 3 സീറ്റ് പോവുകയാണ് എന്നാണ് അർത്ഥം. അല്ലേ, നമ്മൾ ഈ ശശി തരൂരിനെ കുറിച്ച് നമ്മൾ വിശ്വപൗരൻ എന്നൊക്കെ പറയുമല്ലോ. അതുപോലെ ഒരു ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വലിയ ബന്ധങ്ങളുള്ള
ഒരു കേരളത്തിൽ നിന്നുള്ള നേതാവ് BJP-യിലുള്ളത് വി മുരളീധരനാണ്. അതെ. നെഹ്റു യുവകേന്ദ്രയുടെ അധ്യക്ഷനായിരുന്ന കാലം മുതൽ അദ്ദേഹമാണ് ഈ പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നത്. അതെ. മുരളീധരൻ്റെ കോൺട്രിബ്യൂഷനെ കുറച്ച് മാറ്റി നിർത്തി കേരളത്തിലെ BJP-യുടെ ചരിത്രം എഴുതാൻ പറ്റില്ല. BJP-യുടെ ചരിത്രം ആദ്യകാലത്ത് വലിയ സംഭാവനകൾ നൽകിയ ഒന്നും ഒരു പഞ്ചായത്ത് സീറ്റ് പോലും കിട്ടാനില്ലാതിരുന്ന കാലത്ത് പണിയെടുത്ത ആളുകളെ മറന്നുകൊണ്ടല്ല പറയുന്നത്. പക്ഷെ സമീപകാലത്ത് ഇന്നിപ്പോൾ കാലം മാറി, പുതിയ ലോകക്രമവും പുതിയ സമയത്ത് BJP സംഘടനയെ കെട്ടിപ്പടുക്കുന്നതിന് മുരളി വലിയ പങ്ക്. അതെന്താണെന്ന് വെച്ചാൽ ഒരു കാലത്ത് കരുണാകരൻ്റെ കാലത്തൊക്കെ കരുണാകരന് വേണ്ടി വോട്ട് മറിക്കാൻ നടക്കുന്ന സംഘടനാ സെക്രട്ടറി ഒക്കെ ഉണ്ടായിരുന്ന BJP ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അതിൽ നിന്നും മാറ്റി ഇത് നമ്മുടെ സംഘടന, നമുക്ക് തന്നെ വോട്ട് ചെയ്യണം, അതാണ് നമ്മുടെ വോട്ടുകൾ നമ്മുടെ പെട്ടിയിൽ തന്നെ വീഴണം എന്നുള്ള ശാഠ്യത്തോടെ പ്രവർത്തിച്ച ഒരാളാണ് BJP അധ്യക്ഷനാണ് വി മുരളീധരൻ. ഒരുമാതിരി സ്ഥലത്തൊക്കെ ബൂത്ത് തലത്തിലും ഒക്കെ പാർട്ടി ഉണ്ടായത് ആ കാലത്താണ്. ഉമാകാന്തൻ ആ സമയത്ത് സംഘടനാ സെക്രട്ടറിയാണ്. ഉമാകാന്തൻ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് 36% വോട്ടാണ് കിട്ടിയിരിക്കുന്നത്. BJP ഒട്ടും മോശമല്ല. അത് 2-3% കൂടി വരേണ്ടതുള്ളൂ. ഇനി ത്രികോണ മത്സരത്തിൽ 34% ജയിച്ചതിന് സമാനമാണത്. അപ്പോൾ 2024 അവിടുത്തെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 3 സ്ഥലത്ത് 1ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. അതിൽ മുരളീധരൻ്റെ കഴക്കൂട്ടവും ഉണ്ട്. നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്. 3ഇടത്തും ഇപ്പം LDF ആന്ന് പറഞ്ഞല്ലോ. നേമത്ത് അടച്ചതാണെന്ന് പറഞ്ഞല്ലോ. 4000 വോട്ട് ശിവൻകുട്ടി ജയിച്ച് ഞങ്ങൾ BJP-യുടെ വിജയം അടച്ചു എന്ന് പറഞ്ഞ നേമത്ത് ശിവൻകുട്ടി ഇപ്പം MLA ആയിരിക്കുന്ന സ്ഥലത്ത് 22,000 വോട്ടാണ് ലീഡ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക്. അപ്പം നിയമമൊക്കെ ഉറപ്പല്ലേ. അപ്പോൾ 2021 നേമത്ത് അക്കൗണ്ട് ക്ലോസ് ചെയ്തു എന്ന് പറയുന്ന ഈ LDF ഇനി അവിടെ ജയിക്കാനായിട്ട് ഒരു സാധ്യതയും കാണുന്നില്ല. അതുപോലെ കഴക്കൂട്ടത്ത് 10,000 വോട്ടാണ് ലീഡ് കഴിഞ്ഞ എന്ന് പറഞ്ഞാൽ ഈ സ്ഥലങ്ങളിലൊക്കെ ഈ CPM-നെ മടുത്ത് കഴിഞ്ഞു വോട്ടർമാർക്ക്. അതെ. ചെറിയ വോട്ടൊന്നും അല്ലല്ലോ. 2000 കേസൊന്നുമല്ല. 22,000-ഉം 10,000 ഒക്കെയാണ്. കഴക്കൂട്ടത്ത് 10,000 വോട്ടിൽ ലീഡുണ്ട്. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലും കഴക്കൂട്ടത്ത് ഈ LDF ആണ് വരുന്നത്. അപ്പോൾ 2014 O രാജഗോപാൽ കഴക്കൂട്ടത്ത് 1ാം സ്ഥാനത്തായിരുന്നു. 2014 മറ്റേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കഴക്കൂട്ടത്ത് BJP-ക്ക് 1ാം സ്ഥാനം കിട്ടിയിരുന്നു. 7,600 വോട്ടിൻ്റെ ലീഡാണ് അന്ന് കഴക്കൂട്ടത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ കഴക്കൂട്ടമൊക്കെ നന്നായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ച് എല്ലാ ലൂപ്പ് ഹോളും അടച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന സ്ഥലം തന്നെയാണ് കഴക്കൂട്ടം. കാരണം 2014 മുതൽ അവിടെ സാധ്യത കിടപ്പുണ്ട്. അതെ. O രാജഗോപാൽ 1ാം സ്ഥാനത്ത് വരുമ്പോൾ അവിടുത്തെ വോട്ടർമാർ മുഴുവൻ BJP-ക്ക് വോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അതെ. അപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ മണ്ഡലത്തിലെയും NDAക്ക് കിട്ടിയ വോട്ട് ഞാൻ പറയാം. അപ്പോൾ കഴക്കൂട്ടത്ത് 50,444. ഒന്ന് ആലോചിച്ച് നോക്കൂ. 45,000-40,000 കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ജയമാണ്. അപ്പൊ കഴക്കൂട്ടത്ത് 50,444 വോട്ട് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കുമ്പോൾ. വട്ടിയൂർക്കാവ് 53,025. ഉറപ്പല്ലേ 50,000-ന്റെ മുകളിൽ പോയാൽ ജയിക്കുന്നുള്ളത്. നേമം 61,227. ഒരട്ടിമറിയും സാധ്യമല്ല നേമത്ത്. തിരുവനന്തപുരം 43,755. അപ്പൊ കുറച്ച് അവിടെ പ്രവർത്തിക്കാൻ പണിയെടുക്കാനുണ്ട്. അവിടെ ഒരു 4,000 വോട്ട് കിട്ടേണ്ട കാര്യമുണ്ട്. അത് ചില സ്ഥാനാർത്ഥികൾ വന്നാൽ തന്നെ മാറും. അതെ. കോവളത്ത് 47,376. ഇത് ഞാൻ ഇന്ന് നമ്മൾ സംസാരിക്കുമെന്ന് വിചാരിച്ച് നോക്കിയതാണ്. കോവളത്തെ നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്തൊരു മേഖലയാണ് കോവളം. അവിടെ 47,376 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയത്തിന്റെ വക്കിൽ, ജയത്തിന്റെ തുമ്പിലാണ്. അതെ. കാരണം തീരപ്രദേശം 3,000 വോട്ട് കിട്ടിയ 50,000 വോട്ടായി. അതെ. തീരപ്രദേശത്ത് കൂടി കോവളം പോലൊരു സ്ഥലത്ത് നെയ്യാറ്റിൻകര അത്ര രക്ഷയുണ്ടെന്ന് തോന്നുന്നില്ല. 36,136. നല്ല പണി നെയ്യാറ്റിൻകരയിൽ ആവശ്യമുണ്ട്. സത്യത്തിൽ നെയ്യാറ്റിൻകര ഒരുപാട് നായന്മാരുള്ള ഒരു സ്ഥലമാണ്. കോവളത്തിനെ അപേക്ഷിച്ച് നോക്കാം. അതെ. ഞാൻ കോവളത്തിലെ ഒരു ഡെമോഗ്രാഫി ഞാൻ ആലോചിക്കായിരുന്നു.
അതെ, കോവളമൊക്കെ നീലലോഹിതദാസ നാടാരോ അല്ലെ ലാറ്റിൻ കാത്തലിക്കോ ഒക്കെ നിൽക്കുന്ന സ്ഥലം. അവിടെയാണ് ഒക്കെ നിൽക്കുന്ന സ്ഥലം. പാറശാല 45,957. അതും അത്ഭുതമാണ്. പാറശാലയും ഈ പറഞ്ഞ പോലെ സവർണ ഹിന്ദു മണ്ഡലമായിട്ടൊന്നും കണക്കാക്കാവുന്ന സ്ഥലമല്ലത്. നാടന്മാര് ധാരാളമുള്ള സ്ഥലമല്ലേ ഇത്. പക്ഷെ ഹിന്ദു നാടന്മാരും ഒക്കെ ഉണ്ട്. അപ്പോ തിരുവനന്തപുരത്ത് വലിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ BJP എല്ലാ മണ്ഡലങ്ങളിലും ജയിക്കാവുന്ന വിധത്തിൽ വളർന്നിരിക്കുന്നത്. ഇന്നലെ നമ്മൾ പറഞ്ഞത് ഒരു ഓൾ കേരള കാഴ്ചപ്പാടിലാണ് 10 സീറ്റുകൾ പറഞ്ഞത്. പക്ഷെ നന്നായിട്ട് പണിയെടുത്താൽ തിരുവനന്തപുരത്ത് മാത്രം കിട്ടും BJPക്ക് 10 സീറ്റ്. ജില്ല മാത്രം, മൊത്തം ജില്ല കിട്ടും. അതിൻ്റെ അകത്ത് ആകെ ഇടംതടിച്ച് നിൽക്കുന്ന ഒരു സ്ഥലം നോക്കൂ, നെയ്യാറ്റിൻകര മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ 6 സീറ്റ് നിശ്ചയമായും കിട്ടുന്ന സ്ഥലമാണ് ഈ തിരുവനന്തപുരം ജില്ല. 7ൽ 6 കിട്ടുന്ന, അതായത് അടുത്ത തവണ ഈ പാലോട് രവി ചുമ്മാ പറഞ്ഞൊന്നുമല്ല. പാലോട് രവി ജീവിക്കുന്നത് തിരുവനന്തപുരത്തല്ലേ. അപ്പൊ പാലോട് രവി തിരുവനന്തപുരത്ത് ജീവിക്കുമ്പോ പാലോട് രവിക്ക് തോന്നും ഈ തിരുവനന്തപുരം പോലെയാണ് കേരളം മുഴുവൻ. അതുകൊണ്ടാണ് പാലോട് രവി 60 സീറ്റ് കൊടുക്കാൻ തയ്യാറായത് BJPക്ക്. അപ്പോൾ 2024 വട്ടിയൂർക്കാവിൽ 8,000 വോട്ടാണ് ലീഡ് BJP എന്ന് പറഞ്ഞാൽ ലോക്സഭ. 2014 O രാജഗോപാൽ 1ാം സ്ഥാനത്ത് വന്നു. അവിടെ 2014 തന്നെ വട്ടിയൂർക്കാവിന്റെ കാര്യമാണ് പറയുന്ന 3000 വോട്ടിന്റെ ലീഡ് ഉണ്ടായിരുന്നു O രാജഗോപാലിന് അവിടെ. പക്ഷെ കുമ്മനം വന്നപ്പോൾ ഇത് പോയി. ഇത് സ്ഥാനാർത്ഥികളുടെ കാര്യം ഞാൻ പറയുന്നത്. വിജയിക്കുന്ന സ്ഥാനാർത്ഥിയാകണം. അല്ല, BJPക്ക് ഈ വലിയ ടെമ്പോ ഒന്നും ഇല്ലായിരുന്ന കാലത്ത് കേരളവർമ്മ മത്സരിച്ച് പാർലമെന്റിലേക്ക് 1,00,000 ലക്ഷം വോട്ട് കിട്ടിയിട്ടുണ്ട് കേരളവർമ്മ. ഈ സ്ട്രെങ്ത് ഇല്ല, കേന്ദ്രത്തിൽ ഭരണം ഇല്ല, ഒന്നും ഇല്ലാതിരുന്ന കാലം ഹിന്ദു മുന്നണി സ്ഥാനാർത്ഥിയായിരുന്നു. അതും നമ്മൾ ഓർക്കണം. അതെ, കുമ്മനം 2016 7,600 വോട്ടിന് തോക്കുകയാണ്. അത് ചിലപ്പോൾ പാലം വലിയൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം അതിൻ്റെ അകത്ത്. 2019 ലോക്സഭയിൽ മത്സരിപ്പിക്കുമ്പോൾ കുമ്മനം 2ാം സ്ഥാനത്തായിപ്പോയി. 2019 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 3ാം സ്ഥാനത്തായി ഈ വട്ടിയൂർക്കാവ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പായപ്പോൾ 2ാം സ്ഥാനത്തായിപ്പോയി. അപ്പോൾ ഇനിയിപ്പോൾ മേയറാകാനായിട്ടുള്ള പദ്ധതിയൊക്കെ അവിടെ BJPക്ക് ഉണ്ട്. തീരദേശ മേഖലയിൽ BJPക്ക് ഗംഭീരമായിട്ട് വോട്ട് കൂടിയിട്ടുണ്ട്. അതാണ് ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത്. തീരദേശ മേഖല നമ്മൾ കോവളം പറഞ്ഞപ്പോൾ തന്നെ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ തിരുവനന്തപുരം ജില്ല കേരളത്തിലെ BJPയുടെ നെടുങ്കോട്ടയായി മാറിക്കഴിഞ്ഞു. അതെ, നെടുങ്കോട്ട തിരുവിതാംകൂർ രാജകുടുംബവുമായി ബന്ധമുണ്ടല്ലോ. ബന്ധമുണ്ട്. അപ്പോൾ 2019 അപേക്ഷിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഇവിടെ 4.22% തിരുവനന്തപുരം ജില്ലയിൽ കൂടിയിട്ടുണ്ട്. 5% വോട്ട് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയത്തിന്റെ വക്കിലാണെന്നാണ് അർത്ഥം. അപ്പൊ അടിയൊഴുക്കുകൾ ചിലത് കാരണമാണ് കഴിഞ്ഞ തവണ തന്നെ പലതും വിട്ടുപോയിരിക്കുന്നത്. അടിയൊഴുക്കുകളും ചില പടലപ്പിണക്കങ്ങളും. അതെ, ആ പ്രശ്നങ്ങളൊക്കെ അടച്ച് ഇപ്പൊ തന്നെ പ്രവർത്തിച്ചു തുടങ്ങിയാൽ ഈ പറഞ്ഞ പോലെ നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം ഷുവർ സീറ്റാണല്ലോ 3 പിന്നെ ഒരു 3 കൂടി കിട്ടുന്ന സ്ഥലമാണ് തിരുവനന്തപുരം. ഏതായാലും പെട്ടി തുറക്കുമ്പോൾ ആദ്യം നേടുന്നത് കഴക്കൂട്ടവും നേമവും വട്ടിയൂർക്കാവും ആയിരിക്കും. ബാക്കി 3 പിന്നാലെ വന്നോളൂ. പണിയെടുക്കണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.